നമസ്കാരം. പ്രധാന വാർത്തകൾ. നിർണായക നീക്കവുമായി ഇഡി. സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. CPMനെ പ്രതി ചേർത്തും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയ പണത്തിന്റെയും വിവരങ്ങളും പോലീസ് മേധാവിക്ക് കൈമാറും. PMLA നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരമാണ് നടപടി. വായ്പയെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ പ്രതികളുടെ വിവരങ്ങളും കൈമാറും. അതേസമയം കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. 4 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന പോലീസ് അന്വേഷണം എങ്ങും എത്താത്തതിൽ സിംഗിൾ ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. യുവതിയെ ഫോണിൽ വിളിച്ച് മുത്തലാഖ് ചൊല്ലിയതായി പരാതി. 1.5 വർഷം മുമ്പ് വിവാഹിതയായ യുവതിയാണ് ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയത്. മലപ്പുറം വേങ്ങരയിലാണ് സംഭവം. കൊണ്ടോട്ടി തറയാട്ടാൽ സ്വദേശി വീരാൻകുട്ടിയാണ് മുത്തലാഖ് ചൊല്ലിയത്. ഇവർക്ക് 11 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. യുവതിയുടെ കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. വിവാഹം കഴിഞ്ഞ് 40 ദിവസമാണ് യുവതി ഭർതൃഗൃഹത്തിൽ കഴിഞ്ഞത്. ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. തുടർന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതിനുശേഷം ഭർത്താവ് വിളിക്കുകയോ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് യുവതി ആരോപിക്കുന്നത്. ഗർഭിണിയായ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴും ഭർത്താവോ കുടുംബമോ യുവതിയുമായി ബന്ധപ്പെട്ടില്ല. മധ്യസ്ഥർ മുഖേന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഫോണിലൂടെ വീരാൻകുട്ടി മുത്തലാഖ് ചൊല്ലിയത്. ഇയാൾക്കെതിരെ യുവതി വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ദേശീയപാതയിൽ KSRTC ബസും ലോറിയുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ആലപ്പുഴ വളവനാട് ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. KSRTC ബസ് ഡ്രൈവർ പാലക്കാട് സ്വദേശി മുരുകൻ, ലോറി ഡ്രൈവർ ജബ്ബാർ, ക്ലീനർ നൂർഹക്ക്, 4 യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസ് ഡ്രൈവറുടെ കാലൊടിഞ്ഞു. അപകട സമയം 25ഓളം പേർ ബസ്സിലുണ്ടായിരുന്നു. മണ്ണഞ്ചേരി പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. മാളയിലേത് അതിക്രൂര കൊലപാതകം. കുട്ടിയെ കുളക്കരയിൽ എത്തിച്ചത് ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞ്. മാളയിൽ 6 വയസ്സുകാരനെ കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ സംഭവം അതിക്രൂര കൊലപാതകമെന്ന് പോലീസ്. ചാമ്പയ്ക്ക നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി കുട്ടിയെ കുളക്കരയിൽ എത്തിച്ചത്. ശേഷം പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവൃത്തിക്ക് വിധേയനാക്കി. കുട്ടി അമ്മയോട് പറയുമെന്ന് പറഞ്ഞതോടെ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. കുട്ടി കുളത്തിൽ നിന്നും കയറാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും തള്ളി. 3ാം തവണ തള്ളിയിട്ടപ്പോഴാണ് കുട്ടി ചെളിയിൽ താഴ്ന്നത്. കൃത്യം നടത്തിയതിനു ശേഷം തൊട്ടടുത്ത പറമ്പിലേക്ക് പ്രതി മാറി നിന്നു. തിരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്കൊപ്പം പിന്നീട് കൂടി. പ്രതിക്കൊപ്പം കുട്ടി നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയതിനു ശേഷവും കൂസലില്ലാതെ കുട്ടിയെ കണ്ടില്ല എന്നായിരുന്നു പ്രതിയുടെ മൊഴി. എന്നാൽ പിന്നീട് കുട്ടിയെ സമ്മതിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6:30ഓടെയാണ് കുട്ടിയെ കാണാതായത്. കുട്ടിയുടെ അയൽവാസിയായ 20-കാരൻ ജോജോ ആണ് പ്രതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 4:30ഓടെയായിരുന്നു അന്ത്യം. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും വീക്ഷണം മാനേജിംഗ് എഡിറ്ററുമാണ്. ഏറെ നാളായി അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. പൊതുദർശനം ഉണ്ടാകില്ലെന്ന് കുടുംബം അറിയിച്ചു. തന്റെ മരണശേഷം പൊതുദർശനം പാടില്ലെന്നും മൃതദേഹം മോർച്ചറിയിൽ വെക്കരുതെന്നും അദ്ദേഹം കുടുംബത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചാത്തന്നൂരിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാരം. ശാസ്താംകോട്ട DB കോളേജിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായി തുടങ്ങിയ ശൂരനാട് രാജശേഖരൻ KSU സംസ്ഥാന ഭാരവാഹി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി, കൊല്ലം DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. രാജ്യസഭയിലേക്കും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണ മത്സരിച്ചിട്ടുണ്ട്.